നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തർക്കത്തിലായാൽ, പ്രത്യേകിച്ച് നിസ്കാരത്തിന്റെ കാര്യം, ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ, അതാണോ നല്ലത് ഇതാണോ നല്ലത്, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും അല്ലാഹുവിന്റെ റസൂലിലേക്കും മടക്കിക്കൊള്ളുകയും. അതാണ് ശൈഖ് അൽബാനി റഹിമഹുല്ലാഹ് സ്വീകരിച്ചിരിക്കുന്ന ഈ കിതാബിന്റെ അസ്ല് നിലപാട്. അതുകൊണ്ട് നമുക്ക് എന്തില്ല, ടെൻഷൻ ഇല്ല. ഇത് ഏത് മദ്ഹബിന്റെ നിസ്കാരമായിരിക്കും, ഇത് ഏത് ഇമാമിന്റെ ഖൗലായിരിക്കും? നോ, ഇത് ഹദീസാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച രൂപം സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടത് ഇങ്ങനെയാണ്, അങ്ങനെ പറയും. അങ്ങനെ നമ്മൾ പറഞ്ഞ് ഖിറാഅത്ത് സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന വിഷയം പറഞ്ഞു. അതിനുശേഷം ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് എന്തെങ്കിലും ഒന്ന് ഓതൽ സുന്നത്താണെന്ന് പറഞ്ഞു. അത് വാജിബല്ല. മാത്രമല്ല ആ സൂറത്ത് ഓതുമ്പോ ആദ്യത്തെ റക്അത്ത്, രണ്ടാമത്തേത്, 3, 4 ഇതിലൊക്കെ ആ ഏറ്റക്കുറച്ചിലുകൾ കാണിക്കുന്നതും സുന്നത്താന്ന് പറഞ്ഞു. ആദ്യത്തെ റക്അത്തിൽ കുറച്ച് ദീർഘമായിരിക്കും, രണ്ടാമത്തെ അതിനേക്കാളും ചെറുതായിരിക്കും, 3 അതിനേക്കാൾ ചെറുതായിരിക്കും, 4 റക്അത്ത് ഉണ്ടെങ്കിൽ അതിനേക്കാളും ചെറുതായിരിക്കും ഖിയാം, ഫാത്തിഹയും സൂറത്തൊക്കെ ഓതുന്ന കണക്ക് പ്രകാരം. അങ്ങനെ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഒന്നുകിൽ സൂറ അല്ലെങ്കിൽ സെലക്ട് ചെയ്ത ഏതെങ്കിലും സൂറത്തുകളിൽ നിന്നും ഇത്ര ആയത്തുകൾ, ഇത് രണ്ടും അനുവദിക്കപ്പെട്ട സംഗതിയാണ്. ഫഇദാ ഫറഗ മിനൽ ഖിറാഅ, അങ്ങനെ ഓത്ത് കഴിഞ്ഞാൽ, നിസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് ഫാത്തിഹ ഓതൽ, സൂറത്ത് ഓതൽ, അത് കഴിഞ്ഞാൽ അതിൽ നിന്നും വിരമിച്ചാൽ സകത സക്തതൻ ലതീഫതൻ, കുറച്ചൊരു നേരം ഒന്നും മിണ്ടാതെ നിൽക്കണം, ഒന്നും പറയാനില്ല. സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഒരല്പം ഒരു ശ്വാസം എടുത്ത് വിടുന്ന ആ ടൈമിൽ ഒന്നും മിണ്ടാതെ ഇരിക്കണം. ബിമിഖ്ദാരി മാ യതറാദ്ദു ഇലൈഹി നഫസഹു, ശ്വാസം വിടുന്നൊരു ടൈം. എന്നിട്ട് വേണം സുമ്മ യർഫഉ യദൈഹി, അവന്റെ 2 കൈകളും ഉയർത്തണം സൂറത്ത് ഓതിയതിനു ശേഷം. അലൽ വുജൂഹിൽ മുതഖദ്ദമ, നമ്മൾ മുമ്പ് പറഞ്ഞ രൂപങ്ങൾ അനുസരിച്ച് ഫീ തക്ബീറത്തിൽ ഇഹ്റാം, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് കൈകൾ എങ്ങനെ പൊക്കണം, 2 കൈകളുടെ വെള്ളയും ഖിബലയ്ക്ക് നേരെയാവുന്ന തരത്തിൽ വിരലുകൾ കൂട്ടിപ്പിടിക്കാതെയും വിടർത്തി വെക്കാതെയും സാദാ സീതാ ശൈലിയിൽ ചുമലിന്റെ നേരെ, അതല്ലെങ്കിൽ ചെവിക്കുട്ടിയുടെ നേരെ കൈ ഉയർത്തിയ രീതിയിൽ കൈ പൊക്കിക്കൊണ്ട് അവൻ അല്ലാഹു അക്ബർ എന്ന് പറയണം. വയുകബ്ബിർ, അല്ലാഹു അക്ബർ എന്ന് പറയണം. വഹുവ വാജിബുൻ, ഖിയാമിൽ നിന്ന് റുക്കൂഇലേക്ക് പോവാൻ റുക്കൂഇലേക്ക് പോകുന്ന സമയത്ത് കൈ ഉയർത്തി അല്ലാഹു അക്ബർ പറഞ്ഞ് സുമ്മ യർകഉ, പിന്നെ റുക്കൂഅ് ചെയ്യണം. ബിഖദ്രി മാ തസ്തഖിറു മഫാസിലുഹു, റുക്കൂഅ് എങ്ങനെ ചെയ്യണം, അവന്റെ എല്ലാ മടുക്കുകളും. റുക്കൂഅ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുനിയണം, കുനിയുന്ന റുക്കൂഅ് എന്ന് പറയാം. റക്അ എന്ന് പറഞ്ഞാൽ കുനിഞ്ഞു എന്നർത്ഥം. അപ്പം ഏതൊക്കെ ഭാഗങ്ങൾ മടങ്ങണമോ അതൊക്കെ കൃത്യമായി മടങ്ങുന്ന തരത്തിൽ റുക്ഊ ചെയ്യണം. വയഖുദു കുല്ലു ഉദ്വിൻ മഅഖദഹു വഹാദാ റുക്നുൻ, റുക്ഊഇൽ ചെയ്യേണ്ട, വെക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട അവയവങ്ങളൊക്കെ അതാത് സ്ഥലത്ത് വെച്ച് കൃത്യമായി റുക്ഊഇൽ നിൽക്കണം. അതായത് കോഴി കൊത്തുമ്പോൾ ആയിക്കൂള എന്നർത്ഥം. ചില ആൾക്കാർ ഇങ്ങനെ നിൽക്കും, അതായത് അവന്റെ ഈ ഭാഗം മുകളിലോട്ടായിരിക്കും, പാമ്പിന്റെ പത്തി നിൽക്കുന്ന പോലെ. അത് റുക്കൂഅ് ശരിയായിട്ടില്ല, അത് അതിന്റെ യഥാർത്ഥ രൂപത്തിലായിട്ടില്ല. റുക്കൂഇന്റെ രൂപം കേട്ടോളെ, അതെങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? കാരണം ഇത് റുക്നാണ്. റുക്കൂഅ് എന്ന് പറഞ്ഞാൽ അർക്കാനുസ് സ്വലാത്തിൽപ്പെട്ടതാണ്. അത് പോയാൽ നിസ്കാരം പോയി. പിന്നെന്ത് ചെയ്യേണ്ടി വരും? പരിഹരിക്കാനായി സുജൂദിന്റെ ഇതിലില്ല, റുക്നില്ല, അത് വാജിബിന് മാത്രമാണ്. റുക്ൻ പോയാൽ നിസ്കാരം പിന്നൊന്നുകൂടി മടക്കി നിസ്കരിക്കേണ്ടി വരും. അതുകൊണ്ട് ചെയ്യുന്ന റുക്നുകൾ കൃത്യമാവണം. എന്താ റുക്കൂഇന്റെ രൂപം? യദഉ യദൈഹി അലാ റുക്ബതൈഹി, അവന്റെ 2 മുൻകൈ മുട്ടിന്റെ മുകളിൽ വെക്കണം, 2 മുട്ടിന്റെ മുകളിൽ വെക്കണം. വയുമക്കിനുഹുമാ മിൻ റുക്ബതൈ, എന്നിട്ട് ശരിക്കും ആ 2 കൈവെള്ളകള് മുട്ടിനെ ഇങ്ങനെ പിടിക്കുന്ന രൂപത്തിൽ, മുട്ടിന്റെ മുകളിൽ ഇങ്ങനെ വെക്കലല്ല, മുട്ടിനെ 2 കൈ കൊണ്ടും പിടിക്കുന്ന രൂപത്തിൽ വേണം വെക്കാൻ. വയുഫർരിജു ബൈന അസാബിഇഹി, വിരലുകൾക്കിടയിൽ കുറച്ചൊരു വിടവുണ്ടാവണം, അപ്പോഴല്ലേ പിടിക്കൽ ശരിയാവുള്ളൂ. അതായത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് മുട്ടുമ്മ വെച്ചാൽ പോരാ,
അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചാൽ പോരാ, വിരലുകളെ വിടർത്തി രണ്ട് മുട്ടുകളെയും പിടിക്കണം. അങ്ങനെ വേണം കൈകള് മുട്ടിന്റെ മുകളിൽ വെക്കാൻ. ഈ പറയപ്പെട്ടതെല്ലാം വാജിബാണ്. രണ്ട് കൈയും മുട്ടിന്റെ മുകളിൽ വെക്കലും അതേപോലെ തന്നെ വിരലുകൾ കുറച്ച് വിടർത്തിയിട്ട് ആ മുട്ടിനെ ഇങ്ങനെ പിടിച്ചു നിൽക്കലും ഇത് വാജിബാണ്. പിന്നെയോ വയമുദ്ദു ദഹ്റഹു വയബുസുതുഹു, അവന്റെ മുതുക് നീട്ടി വെക്കണം, പരത്തി വെക്കണം. ഇങ്ങനെയാവരുത്. വയറൊന്നും ഇല്ലാത്ത എല്ലാ മനുഷ്യന്മാരാണെങ്കിൽ കുഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ പോകും. തടയാൻ വയറില്ലല്ലോ, അത് വെച്ചിട്ട് അങ്ങനെ കുഴിഞ്ഞൂടാ. എന്നാൽ നല്ല വയറുള്ള മനുഷ്യന്മാർക്ക് കുനിയാനും പറ്റൂല. അവർ കണക്കിന് ഇങ്ങനെ നിന്നാൽ അത് ശരിയാവില്ല. യമുദ്ദുഹു നീട്ടി വെക്കണം, വയബുസുതുഹു പരത്തി വെക്കണം. എത്ര പരത്തണം എന്നറിയോ? അതിന്റെ കണക്കെന്താ അറിയോ? ലൗ സുബ്ബ അലൈഹിൽ മാഉ, ഓന്റെ മേലൊരാൾ വന്നിട്ട് വെള്ളം ഒഴിച്ചാൽ ലസ്തഖറ, ആ വെള്ളം അവിടെ നിൽക്കണം. ഇങ്ങനെ ഇങ്ങോട്ടും പോയിക്കൂടാ, ഇങ്ങോട്ടും പോയിക്കൂടാ. കുറച്ച് പൊങ്ങിയാ നിൽക്കുന്ന വെള്ളം വെച്ചാൽ താഴോട്ട് വരും, ഇങ്ങനെ നിൽക്കുന്ന വെച്ചാൽ അങ്ങോട്ട് പോകും. ഇതൊന്നും ആവാതെ നേരെ മുതുക് അത്ര കൃത്യമായി പരത്തി നീട്ടി വെച്ചാലേ റുക്കൂഇന്റെ രൂപത്തിൽ ആവുള്ളൂ. വാജിബുൻ, അങ്ങനെ നിൽക്കൽ വാജിബാണ്. ഇനി ഒരാൾക്ക് നടുവിന്റെ പ്രശ്നമുണ്ട്, മുതുകിന് പ്രശ്നമുണ്ട്, അങ്ങനെ വെക്കാൻ പറ്റൂല, അത് വേറെ മസല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. പിന്നെയോ വലാ യഖ്ഫിദു റഅസഹു, റുകൂഇൽ അവന്റെ തലയെ അവൻ ഇങ്ങനെ കുത്തിയിട്ടൂടാ, തല അങ്ങനെ തന്നെ താഴോട്ട് കീഴ്പോട്ടിട്ടൂടാ. വലാ യർഫഉഹു, ഉയർത്താനും പറ്റൂല. റുകൂഇൽ ഇങ്ങനെ നിന്നിട്ട് തല ഇങ്ങനെ നോക്കുക, അത് പറ്റൂല. ഇങ്ങനെ ഇതാക്കുക, അതും പറ്റൂല. ഇത് രണ്ടും പറ്റൂല. വലാകിൻ യജഅലുഹു മുസാവിയൻ ലിദഹരി, തല അവന്റെ മുതുകിനോട് സമമായ തരത്തിൽ വേണം നിൽക്കാൻ. അപ്പൊ റുകൂഇൽ ആൾ ചെയ്താല് ഇതാണ് മുതുക്, ഇത് തല, ഇങ്ങനെ നിൽക്കണം. ഇപ്പൊ ഇവിടെ ഒരാൾ വെള്ളം ഒഴിച്ചാൽ തല താത്തിയിട്ടാണെങ്കിൽ ഇങ്ങോട്ട് മറിയും, അത് പറ്റൂല. തല പൊക്കിയിട്ടാണെങ്കിൽ ഇങ്ങോട്ട് മറിയും, അതും പറ്റൂല. അത്ര നേരെ. അപ്പൊ റുകൂഇ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിൽ ഉണ്ടാവണം, ഞാൻ ശരിക്കും നിൽക്കുന്നുണ്ടോ. രണ്ട് കൈ കൊണ്ട് മുട്ടുകൾ പിടിച്ച് അതേപോലെ മുതുകും തലയും ഒക്കെ നേരെ നീട്ടി പരത്തി, തല നല്ലോണം കുനിയാതെ, തല തന്നെ മുകളിലോട്ട് വരാതെ ശ്രദ്ധിച്ചു നിൽക്കുക. ആ ശ്രദ്ധക്ക് പറയുന്ന പേരാണ് ഖുശൂ. സംഭവം മനസ്സിലായോ? നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാണെന്ന് പറഞ്ഞല്ലോ, അത് ഈ ശ്രദ്ധ കാണിക്കുന്നതിന്റെ പേരാണ് ഖുശൂ. അത് കാണിക്കാതെ തോന്നിയ പോലെ ചെയ്താൽ അത് ഖുശൂ ഇല്ലാത്ത നിസ്കാരം. മാത്രമല്ല വയുബാഇദു മിർഫഖൈഹി അൻ ജംബൈഹി, ഈ രണ്ട് മുട്ടുകൾ റുകൂഇൽ നിന്നിട്ട് ഈ രണ്ട് പാർശ്വങ്ങളിൽ നിന്ന് കുറച്ചൊന്ന് വിടർത്തി വെക്കണം. അതായത് ഇങ്ങനെ, പിന്നെ ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുന്ന ആൾക്കാരുണ്ടാവും, അത് പറ്റൂല. അതിനോട് അടുപ്പിച്ചും വെച്ചൂടാ. ഒന്ന് യുബാഇദു, കുറച്ച് ദൂരെയാക്കണം. സംഭവം മനസ്സിലായോ? ഇങ്ങനെ വെച്ചൂടാ. എന്നാൽ ഇങ്ങനെയോ അടുത്ത കുറു ചെയ്യാൻ പറ്റൂല. ഓരോന്റെ മുട്ടുമ്പലേക്ക് അതും പറ്റൂല. കുറേ വിടർത്താതെ ഉള്ളിലേക്കാക്കാതെ പാർശ്വങ്ങളിൽ നിന്ന് കുറച്ചൊന്ന് ദൂരേക്ക് മാറ്റിയിട്ട് രണ്ട് മുട്ടുകൾ വെച്ചിട്ട് വേണം റുകൂഇൽ നിൽക്കാൻ. വയഖൂലു ഫീ റുകൂഇഹി, എന്നിട്ട് റുകൂഇൽ അവൻ പറയണം സുബ്ഹാന റബ്ബിയൽ അദീം ഒന്ന്, അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി, അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി, അല്ലെങ്കിൽ അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു വഖശഅ ലക സമഇ വബസരി വമുഖി വഅദ്മി വബസരി വമസ്തഖല്ലത് ബിഹി ഖദമി. ഇതെല്ലാം ഹദീസിൽ സ്ഥിരപ്പെട്ട റുകൂഇലുള്ള തസ്ബീഹാത്തുകളാണ്. ഉലമാക്കൾ പറഞ്ഞു സത്യവിശ്വാസികൾ എന്ത് ചെയ്യണം? ഇതെല്ലാം പഠിക്കാൻ ശ്രമിക്കണം. അതായത് ഇതൊക്കെ പഠിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിലൊരു ചിന്ത എന്താ വേണ്ടതെന്നറിയോ? ഇതിനാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടെന്നുള്ള ബോധം ഉണ്ടാവണം. സംഭവം മനസ്സിലായോ? ഞാൻ ഇതിനു വേണ്ടിയാ സൃഷ്ടിക്കപ്പെട്ടെ, ഇതാ എന്റെ ലക്ഷ്യം, ഇതാ ഞാൻ പഠിക്കേണ്ടത്, ഇതാ ഞാൻ ചെയ്യേണ്ടത്, ഇതാണ് എനിക്ക് ആഖിറത്തിന് ഉപകാരപ്പെടുക എന്നുള്ള ബോധമുള്ളവൻ ഇതെല്ലാം പഠിക്കും. ഒരു അഡ്ജസ്റ്റ്മെന്റ് ആക്കുന്നവരാണെങ്കിലും റബ്ബി എല്ലാം നീ കഴിഞ്ഞില്ലേ, അതല്ല, ഇതെല്ലാം പഠിക്കണം. എന്നിട്ട് ഓരോ നിസ്കാരങ്ങളിൽ ഓരോ തസ്ബീഹാത്തുകൾ പറയണം. ഇത് കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഒറ്റൊന്നു മാത്രം പഠിച്ചു വെക്കാനുള്ള കാരണം എന്തായിരിക്കും? മദ്ഹബി പക്ഷപാതിത്വം വന്നതുകൊണ്ടാണ്.
ഞാനിപ്പോ ഷാഫി മദ്ഹബാണ്. ആ ഷാഫി മദ്ഹബിന്റെ പ്രാഥമിക ഫിഖ്ഹി കിതാബുകളിൽ ഞാൻ പണ്ടേ മദ്രസയിൽ നിന്ന് പഠിച്ചു വരുന്നത് സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദി അതെന്നെ പഠിച്ചു. ഹദീസിലേക്ക് പോയില്ല. അതുകൊണ്ട് വേറെ ദുആകളൊന്നും കണ്ടില്ല. അല്ലാണ്ട് വേറെ ദുആ ഇല്ലായിട്ടല്ല. ഹനഫികളാണെങ്കിലോ അവരൊന്നും പറയലേ ഇല്ലാന്ന് തോന്നുന്നു. റുക്കൂല് വീഴ്ചാലൊന്നും പറയലേ ഇല്ലാന്ന് തോന്നുന്നു. ഒന്നും മിണ്ടലില്ല. ഇങ്ങനെ സാധാരണ കാണല്. ഹദീസിലേക്ക് പോയില്ല. മദ്ഹബിൽ നിന്നു. അത് പ്രശ്നമാണ്. നമ്മളെപ്പോഴും സലഫികള് മദ്ഹബ് വേണ്ടാന്ന് പറയുന്നവരാണ്, മദ്ഹബിന്റെ ഇമാമിങ്ങളെ കുച്ചാക്കുന്നവരാണ്, തള്ളിപ്പറയുന്നവരാണെന്ന് പറയുന്നത് വെറുതെയാണ്. ഇല്ല, അത് ചില മുജാഹിദികൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ശരിയല്ല. മദ്ഹബുണ്ട്. മദ്ഹബില്ലാതെ ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും മസ്അലകളെ ഇസ്തിംബാത്ത് ചെയ്യാൻ, അതിനെ പഠിച്ചെടുക്കാൻ കഴിവുള്ള ഇൽമുള്ള ആരാ നമ്മുടെ കൂടുതലുണ്ട്? ആർക്കത് സാധിക്കില്ല. നമ്മൾ ഏതെങ്കിലും മദ്ഹബിന്റെ ഉസൂലിനെ ഫോളോ ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മുടെ നിലപാട് എന്താണെന്നറിയോ? ആ ഇമാമുകളും ആ മദ്ഹബും എത്രത്തോളം പ്രമാണത്തിനോട് യോജിക്കുമോ അത്രയും നമ്മളും ആ മദ്ഹബിനോട് യോജിക്കും. പ്രമാണത്തിനോട് എതിരായാൽ മദ്ഹബിനെ സ്വീകരിക്കൂല, പ്രമാണത്തെ സ്വീകരിക്കും. അതായിരിക്കണം നിലപാട്. അത്രയേ ഉള്ളൂ. നമ്മൾ മദ്ഹബിന്റെ പക്ഷപാതിത്വത്തിന് ഹദീസിലേക്ക് പോവാത്തത് കൊണ്ട് ഒറ്റ തസ്ബീഹ് അങ്ങ് നിർത്തി. അതുപോലെ ഇതെല്ലാം പഠിച്ചു വെക്കണം. സുബ്ഹാന റബ്ബിയൽ അദീം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, റുകൂഇൽ നിങ്ങൾ നിങ്ങളെ റബ്ബിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. റുകൂഅ് ദുആക്കുള്ളതല്ല. റുകൂഇൽ ദുആ ചെയ്യാൻ പറ്റില്ല. റുകൂഇൽ അല്ലാഹുവിനെ തഅദീം ചെയ്യാനുള്ളതാണ്. അവിടെ എപ്പോഴും ഒരു സുബ്ഹാന റബ്ബിയൽ അദീം മാത്രം പോരാ. തഅദീം കൂട്ടിക്കൊണ്ടേക്കണം. ഇതെല്ലാം പറയണം. സുബ്ഹാന റബ്ബിയൽ അദീം, അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി, അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ അവസാന കാലത്ത് അതാണ് വർദ്ധിപ്പിച്ചത്. അല്ലെങ്കിൽ അല്ലാഹുമ്മ ലക റകഅതു, അല്ലാഹുവേ ഞാനിതാ നിന്റെ മുന്നിൽ കുനിഞ്ഞിരിക്കുന്നു. വബിക ആമൻതു, നിന്നെ ഞാൻ ഈമാൻ ഉൾക്കൊണ്ടിരിക്കുന്നു. വലക അസ്ലംതു, നിന്റെ മുന്നിൽ ഞാനിതാ എല്ലാം അർപ്പിച്ചിരിക്കുന്നു. ഖശഅ ലക സംഇ, എന്റെ കേൾവി നിന്റെ മുന്നിൽ പത്യമടക്കിയിരിക്കുന്നു. വബസരി, എന്റെ കണ്ണ്. പിന്നെ വമുഖി, എന്റെ മജ്ജ. വഅദ്മി, എന്റെ എല്ലുകൾ. വമസ്തഖല്ലത് ബിഹി ഖദമി, എന്റെ കാല് എന്തിനൊക്കെ വഹിക്കുന്നുണ്ടോ അതെല്ലാം. വഅസബി, എന്റെ ഞരമ്പുകള്, എന്റെ എല്ലുകള്, എന്റെ പിന്നെ കണ്ണ്, കാത്, എന്റെ കാല് വഹിക്കുന്ന എന്റെ ശരീരം മുഴുവൻ നിന്റെ മുമ്പിൽ ഇതാ കുനിഞ്ഞിരിക്കുന്നു. എത്ര മനോഹരമായ വാക്കാണ്. രാജാതിരാജന്റെ മുന്നിൽ തലകുനിച്ചിട്ട് അവന്റെ മുമ്പിൽ അടിമ പറയുന്ന വാക്കുകൾ. ഇതെല്ലാം പഠിക്കണം. ഇതെല്ലാം ഉലമാക്കൾ പറഞ്ഞു ഇടക്കിടക്കിടക്ക് ഓരോന്നിലായിട്ട് മാറ്റി മാറ്റി പറയാം. ഇതാണ് റുക്കൂഇന്റെ ഒരു രൂപം. അപ്പം ഖിറാഅത്ത് കഴിഞ്ഞു. സക്കത സക്തതൻ ലത്തീഫ, കുറച്ചു നേരം മിണ്ടാതിരുന്നു. എന്നിട്ട് കൈപൊക്കി അല്ലാഹു അക്ബർ പറഞ്ഞു റുക്കൂഇലേക്ക് പോയി. കൈ രണ്ടും മുട്ടിൽ പിടിച്ച് മുതുകും തലയും നേരെയാവുന്ന തരത്തിൽ നീട്ടി നേരെ നിന്ന്, തല പൊക്കാതെ, തല താഴോട്ട് താഴ്ത്തിയിടാതെ നേരെ വെച്ച് പിടിച്ചു വെക്കണം തല. അല്ലെങ്കിൽ അങ്ങ് പോവും, അല്ലെങ്കിൽ ഇങ്ങനെയാവും. അത് പറ്റൂല. എന്നിട്ട് തസ്ബീഹാത്തുകൾ പറയുക. 3 എണ്ണം പറയലാണ് സുന്നത്ത്. ഔ അക്സറ, അല്ലെങ്കിൽ അതിലധികവും പറയാം, പ്രശ്നമില്ല. പക്ഷെ 3 എണ്ണെങ്കിലും പറഞ്ഞിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തസ്വിയത്തുൽ അർക്കാൻ. നമ്മൾ ഈ ചെയ്യുന്ന റുക്കുകളെ സമമാക്കണം. നിസ്കാരത്തിനൊരു ഭംഗി വേണം. അതായത് റുക്കു കുറേ നേരം, പിന്നെ അത് കഴിഞ്ഞ് എഴുത്തിനാല് വളരെ ഷോട്ട്, പിന്നെ സുജൂദ് കുറച്ചധികം നേരം, അതിൻ്റെ ഇടയിലുള്ള ഇരുത്തം തീരെയില്ല. അത് പറ്റില്ല. തസ്വിയത്തുൽ അർക്കാൻ, ഓരോ റുക്കിനുകളും സമമാക്കണം. അതായത് വമിന സുന്ന, സുന്നത്തിൽപ്പെട്ടതാണ്, വാജിബല്ല പറയാൻ പോകും. ഒരുത്തൻ അങ്ങനെ ആക്കിയിട്ടില്ലെങ്കിലും നിസ്കാരത്തിന് കേടുപാടൊന്നും സംഭവിക്കൂല. പക്ഷെ ഒരു പൂർണ്ണതക്കുറവ്, ഒരു ഭംഗിക്കുറവ് നിസ്കാരത്തിനുണ്ടാവും, അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. അവിടെ ശ്രദ്ധിക്കണം. വമിന സുന്നതി, സുന്നത്തിൽപ്പെട്ടതാണ് അയ്യുസവ്വിയ ബൈനൽ അർകാനി ഫി തൂൽ, ദൈർഘ്യത്തിന്റെ കാര്യത്തിൽ റുക്കുനുകൾക്കിടയിൽ ഒരു മധ്യമ സമനിലപാട് സ്വീകരിക്കൽ. فيجعل ركوعه وقيامه بعد الركوع وسجوده وجلسته بين السجدتين قريبا من السواء. റുക്കൂഉം അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഇഅ്തിദാലും സുജൂദും സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തവും ഒക്കെ സമയത്തിൽ ഒരേപോലെ. 1 മിനിറ്റ് റുക്കൂ എങ്കിൽ
സുജൂദും 1 മിനിറ്റ് തന്നെ നിൽക്കുക. അതിൻ്റെ ഇടയിലുള്ള ഇരുത്തവും 1 മിനിറ്റ് ഇരിക്കുക. 1 മിനിറ്റ് ഒന്നുമില്ല, എന്നാലും ഒരു സെക്കൻഡുകൾ. അത് നമുക്കൊരു നിലപാടുണ്ടാവുമല്ലോ ഇത്ര സമയം. അതിനനുസരിച്ച് എല്ലാ റുക്കിനും സമയത്തിൽ ഒരുപോലെയാക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം വലാ യജൂസു എന്നർത്ഥം അനുവദനീയമല്ല അൻ യഖറഅൽ ഖുർആന ഫിർ റുകൂഇ വലാ ഫിസ് സുജൂദ്. റുകൂഇലോ സുജൂദിലോ എന്ത് ഓതരുത്? ഖുർആൻ ഓതൽ ജായിസല്ല, നിസ്കാരം പോയി പോകും. കാരണം റുകൂഇലും സുജൂദിലും തസ്ബീഹാത്തുകളൊക്കെ പറഞ്ഞു. പക്ഷെ ഇമാമ് കുറേ നേരം ചിലപ്പോൾ ഖിയാമുൽ ലൈലായിരിക്കും, സുജൂദിനെ നീട്ടുന്ന ഇമാമായിരിക്കും. നമുക്ക് വേറെ പറയാനൊന്നുമില്ല. അപ്പൊ തോന്നിയ പോലെ ഏതെങ്കിലും സൂറത്ത് അങ്ങ് ഓതിക്കളയാൻ പറ്റില്ല. റുകൂഇൽ തസ്ബീഹാത്തുകൾ മാത്രം, ഖിറാഅത്തും ഇല്ല, ദുആയും ഇല്ല. തസ്ബീഹ് ചെയ്യുക, സുബ്ഹാന റബ്ബിയൽ അദീം, പിന്നെ ഈ പറഞ്ഞതൊക്കെ ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കുക. സുജൂദിൽ ദുആ വർദ്ധിപ്പിക്കുക. അവിടെ ഖിറാഅത്തും അല്ല, തസ്ബീഹും അല്ല. തസ്ബീഹ് പറയാണ്ട് പറയാ, അതിനുശേഷം ദുആ വർദ്ധിപ്പിക്കുക. ഖിറാഅത്ത് ഖുർആൻ ഓത്ത് റുകൂഇലും പറ്റൂല, സുജൂദിലും പറ്റൂല, രണ്ടും അനുവദനീയം അല്ല. ഇതാണ് റുകൂഇന്റെ രൂപം. ഇങ്ങനെ വേണം റുകൂഅ് ചെയ്യാൻ. അത് കഴിഞ്ഞാൽ അൽ ഇഅ്തിദാലു മിനർ റുകൂഅ്, പിന്നെ റുകൂഇൽ നിന്നും എഴുന്നേറ്റ് ഇഅ്തിദാലിലേക്ക് വരുത്താൻ. സുമ്മ യർഫഉ, റുകൂഇൽ നോക്കേണ്ടത് സുജൂദിന്റെ സ്ഥലത്ത്, കാലിലേക്കല്ല. കാലിലേക്കല്ല. അത് ചില മദ്ഹബിന്റെ കിതാബുകളിൽ ഉണ്ട്. ഷാഫി മദ്ഹബിന്റെ ഒക്കെ ചില ഫിഖ്ഹി കിതാബുകളിൽ റുകൂഇൽ കാലിലേക്ക്, സുജൂദിൽ എങ്ങോട്ടാ? മൂക്കിലേക്ക്. തശഹുദിൽ കൈയിലേക്ക് നോക്കണം. അത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. റുകൂഇന് ബാക്കിയെല്ലാം തശഹുദിൽ ഒഴിച്ച് ബാക്കി മുഴുവൻ ടൈമിലും മൗദിഉ സുജൂദ്, സുജൂദിന്റെ സ്ഥലത്തേക്ക് തന്നെയാണ് നോക്കണം. ثم يرفع صلبه من الركوع, പിന്നെ റുകൂഇൽ നിന്ന് അവന്റെ പിരടി ഉയർത്തണം. വഹാദാ റുക്നുൻ, അത് റുക്നാണ്, നിസ്കാരത്തിന്റെ അർക്കാൻപ്പെട്ടതാണ്. അതായത് ഒരാൾ റുകൂഇൽ നിന്നു, പറഞ്ഞ പോലെ റുക്കൂ ചെയ്തു, അവിടെ നേരെ സുജൂദിലേക്ക് പോയാൽ നിസ്കാരം ബാത്തിലായി. അതിൻ്റെ ഇടയിൽ നേരെ നിൽക്കൽ നിസ്കാരത്തിന്റെ റുക്നാണ്. റുക്ന് പോയാൽ നിസ്കാരം ബാത്തിലാവും. വയഖൂൽ, അതിനാണ് ഇഅ്തിദാൽ എന്ന് പറയുന്നത്. റുകൂഇൽ നിന്ന് ഇഅ്തദല എന്ന് പറഞ്ഞാൽ നേരെയായി എന്നർത്ഥം. വളവും ചെരിവും ഒന്നുമില്ലാതെ ഇഅ്തിദാൽ, കുത്തനെ നിൽക്കുക. അങ്ങനെ നിന്നാലേ ഇഅ്തിദാൽ ആവുള്ളൂ. നേരെ നിൽക്കണം. തിരക്ക് പിടിച്ച മനുഷ്യന്മാരുണ്ടാവും. ശൈത്താന്റെ ഒരു വിശ്വാസമാണ്, ഇമാമ് പോയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. എന്നാലും ഇവന്റെ തിരക്ക് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും. വീട്ടുകാരിൽ വേഗം പോവാണ്ട് തിരക്കിൽ കുടിഞ്ഞിട്ട് മറ്റേ ഓടാൻ വേണ്ടി ഹുസൈൻ ബോൾട്ട് നിൽക്കുന്നുണ്ടില്ലേ, ഓടാൻ വേണ്ടി കാല് നോക്കിയിട്ട് അട്ടപ്പ് കാട്ട അന്നേരം ഓടണം എന്ന് പറഞ്ഞ പോലെ ഏറ്റുതാലും ഇങ്ങനെ ഉണ്ടാവുക. ഇമാമ് ആ പറയുമ്പോ ഒരാളെത്തി, ഇമാം എത്തിയിട്ട അതിന് മുമ്പ് ഒരെത്തി, നിസ്കാരം ബാത്തിലായി, നിസ്കാരം കാര്യമില്ല. അതിന് ഏറ്റുതാൽ എന്ന് പറയില്ല. നേരെ നിൽക്കണം. കുത്തനവന്റെ മുതുക് നേരെയാക്കി നിന്നാലേ റുക്കിന് പൂർത്തിയാവൂ. മടങ്ങി നിന്നാലോ റുക്കിനായില്ല, നിസ്കാരം ബാത്തിലാവും. ويقول في أثناء الاعتدال, اعتدال ഇവൻ പറയണം سمع الله لمن حمده وهذا واجب. റുകൂഇലേക്ക്, റുകൂഇൽ നിന്നും ഇഅ്തിദാലിലേക്ക് എഴുന്നേൽക്കുമ്പോൾ سمع الله لمن حمده എന്ന് പറഞ്ഞിട്ട് വേണം എഴുന്നേൽക്കാൻ. എന്താ അർത്ഥം? അള്ളാഹുവിനെ പുകഴ്ത്തിയവന്റെ പുകഴ്ത്തൽ അള്ളാഹു കേട്ടിരിക്കുന്നു. അതിന്റെ പിറകിൽ കുറെ സംഭവങ്ങളുണ്ട്. അതിലൊന്ന്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റുകൂഉ റക്അത്ത് കിട്ടാനായി ധൃതിപ്പെട്ട് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിസ്കാരത്തിൽ ചേർന്ന സന്തോഷത്തിൽ അൽഹംദുലില്ലാഹ് എന്നങ്ങ് പറഞ്ഞു. അപ്പൊ ജിബ്രീൽ വന്ന് റസൂലുള്ളാഹി തങ്ങളോട് അറിയിച്ചു, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നബി എന്ത് പറഞ്ഞു? സമിഅ അല്ലാഹു ലിമൻ ഹമിദ, അള്ളാഹുവിനെ ഹംദ് ചെയ്തവന്റെ ഹംദ് അള്ളാഹു കേട്ടിരിക്കുന്നു. അല്ലാഹു അലം. നമ്മൾ ചിന്തിക്കണ്ട, നമുക്ക് എന്തേ ഉള്ളൂ, പറയൽ എന്താണ്? വാജിബാണ്. സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് വേണം ഇഅ്തിദാലിലേക്ക് നിൽക്കാൻ. വഹാദാ വാജിബുൻ, ഇത് വാജിബാണ്. മസല വരും, നമുക്കറിയാം ചോദ്യം വരുമെന്ന്. മസല വയർഫഉ യദൈഹി, അയാൾ രണ്ട് കൈകളും ഉയർത്തണം. ഇൻദൽ ഇഅ്തിദാൽ, റുകൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് വരുന്ന സമയം. അലൽ വുജൂഹിൽ മുതഖദ്ദിമ, മുമ്പ് പറഞ്ഞ ആ രൂപങ്ങളിൽ, ഒന്നുകിൽ ചുമലിന്റെ നേരെ
അല്ലെങ്കിൽ ചെവിന്റെ നേരെ. കൈ വെള്ള ഇങ്ങനെ ആയിക്കൂടാ, ഇങ്ങനെ ആയിക്കൂടാ, ഇങ്ങനെ ആയിക്കൂടാ, നേരെ. ثم يقوم معتدلا مطمئنا, നേരെ കുത്തനെ സാവകാശം ഇത്മിഇനാനോടുകൂടി, ധൃതിയില്ല, തിരക്കില്ല, അനങ്ങാണ്ട് നിൽക്കണം. ഹത്താ യഅഖുദ കുല്ല അദ്മിൻ മഅഖദ, ഓരോ എല്ലുകളും അവയവങ്ങളും ആ സ്ഥാനത്തേക്ക് നിൽക്കുന്നവർ. ഇതുവരെ മടങ്ങിയിട്ടുണ്ടായതല്ലേ, അതൊക്കെ നേരെ വന്ന് അങ്ങ് നിൽക്കണം. ഹനഫി മദ്ഹബിലില്ല, അവര് വന്ന് ഉടനെ സുജൂദിലേക്ക് പോകും, അത് പറ്റൂല, അവിടെ നിൽക്കണം. തുമഅനീനത്തോട് വഹാദാ റുക്നുൻ, ആ തുമഅനീനത്തു റുക്നാണ്. അച്ചടക്കത്തോടു കൂടി അവിടെ നിൽക്കാൻ നിസ്കാരത്തിന്റെ റുക്നിൽ പെട്ടതാണ്. അത് പോയാൽ ഇഅ്തിദാൽ പോവും, നിസ്കാരം ബാത്തിലാവും. വയഖൂലു ഫീ ഹാദൽ ഖിയാം, അങ്ങനെ നിന്നിട്ട് എന്ത് പറയണം? നിൽക്കുമ്പം സമി അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞു, നിന്നിട്ട് പറയണം റബ്ബനാ വലക്കൽ ഹംദ്. ഇതാണ് പറയാനുള്ളത്. ഹാദാ വാജിബുൻ അലാ കുല്ലി മുസല്ലി, ഇതെല്ലാ നിസ്കാരക്കാരനും വാജിബാണ്. വലൗ കാന മുഅ്തമ്മൻ, അയാള് മഅ്മൂമാണെങ്കിലും ശരി. فإنه ورد القيام أما التسميع فورد الاعتدال. ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാഹു തആലയുടെ അഭിപ്രായം, ഈ കിതാബിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നവനാണെങ്കിലും ഇമാമാണെങ്കിലും മഅ്മൂമാണെങ്കിലും ഇത് രണ്ടും പറയാം. ഇഅ്തിദാലിലേക്ക് വരുമ്പം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് വന്ന് നിന്നിട്ട് എന്ത് പറയണം? റബ്ബനാ വലക്കൽ ഹംദ്. അദ്ദേഹത്തിന്റെ ന്യായം ഇസ്തിദ്ലാൽ, എല്ലാ റുക്നുകളിൽ നിന്നും വരുമ്പോഴും പോകുമ്പോഴും മറ്റേ റുക്ന് കഴിഞ്ഞു, നമ്മൾ അടുത്തയിലേക്ക് പോവാണെന്ന് അറിയിക്കാൻ എന്തുണ്ട്? തക്ബീറുണ്ട്. റുക്കൂന് കഴിഞ്ഞ് ഇഅ്തിദാലിലേക്ക് പോകുന്നു എന്നറിയിക്കാനുള്ള തക്ബീറിന്റെ സ്ഥാനത്തുള്ളതാണ് ഏത്? സമിഅ അല്ലാഹു ലിമൻ ഹമിദ. ആ റുക്നിൽ പറയാനുള്ളതാണ് എന്ത്? റബ്ബനാ വലക്കൽ ഹംദ്. അങ്ങനെ ചിന്തിച്ച് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ലികുല്ലി മുസല്ലിൻ, ഇമാമാവട്ടെ മഅ്മൂമാവട്ടെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളാവട്ടെ സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറയണം. അതിന്റെ ഇഅ്തിദാൽ എത്തിക്കഴിഞ്ഞാൽ റബ്ബനാ വലക്കൽ ഹംദ് പറയണം. ന്യായം ശരിയാണ്, അദ്ദേഹം ഉന്നയിച്ച ന്യായം ശരിയാണ്. എന്നാൽ ഖാലൽ ജംഹൂർ, ഭൂരിപക്ഷം ഉലമാക്കളും ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാഹു തആല പറഞ്ഞതിന്റെ എതിരാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തമായ ഹദീസ് കാണാം. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് ഇമാം പറയുന്നത് കേട്ടാൽ ഫഖൂലു, നിങ്ങൾ പറയണം റബ്ബനാ വലക്കൽ ഹംദ്. അപ്പോൾ ആ ഹദീസ് വെച്ചിട്ട് പറഞ്ഞു, ഇമാമിന്റെയും ഒറ്റക്ക് നിസ്കരിക്കുന്നതിന്റെയും അല്ല, മഅ്മൂമാണെങ്കിൽ എന്ത് പറയണ്ട? സമിഅ അല്ലാഹു ലിമൻ ഹമിദ വേണ്ട, റബ്ബനാ വലക്കൽ ഹംദ് പറഞ്ഞാൽ മതി. നമുക്ക് ഭൂരിപക്ഷം ഉലമാക്കളുടെയും അഭിപ്രായം സ്വീകരിക്കാം. കാരണം അതാണ് ഹദീസിനോട് കൂടുതൽ ചേർന്നത്. അഥവാ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞ് എഴുന്നേൽക്കണം, ഇഅ്തിദാൽ റബ്ബനാ വലക്കൽ ഹംദ് പറയണം. ഇമാമായിട്ട് നിൽക്കുന്ന ആളും സമിഅ അല്ലാഹു ലിമൻ ഹമിദ ഉറക്കെ പറയണം, ഇഅ്തിദാലിൽ നിന്ന് കഴിഞ്ഞാൽ റബ്ബനാ വലക്കൽ ഹംദ് പറയണം. മഅ്മൂമ് സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറയണ്ട, ഇമാം പറയുന്ന കേൾക്കും. അപ്പൊ ഇമാം നമ്മൾ എഴുന്നേൽക്കുക, നിന്നിട്ട് എന്ത് പറയാ? റബ്ബനാ വലക്കൽ ഹംദ്, റബ്ബനാ വലക്കൽ ഹംദ്, റബ്ബനാ ലക്കൽ ഹംദ്, റബ്ബനാ വലക്കൽ ഹംദ് മിൽഅ അസ്സമാവാതി വമിൽഅ അൽഅർദി വമിൽഅ മാ ബൈനഹുമാ വമിൽഅ മാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദു. ഇതെല്ലാം സ്ഥിരപ്പെട്ടതാണ്. അഹ്ല അസ്സനാഇ വൽ മജ്ദി أحق ما قال العبد وكلنا لك عبيد لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد. ഇതും ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഇഅ്തിദാലിൽ പറയാനുള്ള അദ്കാറുകൾ എല്ലാം പഠിച്ചു വെക്കണം. എങ്ങനെ പഠിക്കും? നിങ്ങൾ ഇന്ന് ക്ലാസ് കേട്ടിട്ട് പോയാൽ പോയില്ലേ, പിന്നെന്താ പഠിക്കും? എല്ലാ ക്ലാസ്സും റെക്കോർഡ് ചെയ്യണം. ഇതിപ്പം ഫോൺ അപ്ഡേറ്റ് ചെയ്തപ്പം കൂടുതൽ ലോങ് ആയിട്ട് സെൻഡ് ആകുന്നില്ല, എന്താണെന്നറിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യാത്തത്. അത് ആവർത്തിച്ച് കേൾക്കണം. ക്ലാസ് കേൾക്കുമ്പോൾ ഇപ്പൊ നമുക്ക് എഴുതാൻ പറ്റൂലെങ്കിലും പിന്നെ വീട്ടിൽ നിന്ന് കേട്ടിട്ട് പറയുന്ന ദുആകള് നോട്ട്ബുക്കിൽ എഴുതണം, എന്നിട്ട് പഠിക്കണം, എന്നിട്ട് പറയണം. അന്നേരം എന്താവും? ക്ലാസ് ഉപകാരപ്പെടുള്ളൂ.
അല്ലെങ്കിൽ ആരെങ്കിലും പ്രസംഗിക്കും, നിങ്ങളിങ്ങനെ കേട്ടിട്ട് അങ്ങ് പോവും, പിന്നെ റാഹത്തില്ല, അത് ശരിയാവില്ല. എന്തിട്ടാ വേണം ഇപ്പൊ എന്തായാലും ഇതിപ്പോ വരുമല്ലോ, എന്തായാലും ഹൈറായി മാഷാ അല്ലാഹ് ബറക്കല്ലാഹു ഫീക്ക്. പഠിക്കണം, എല്ലാം പഠിക്കണം, കുറേ പഠിക്കാനുണ്ട്. ഞാൻ ഇന്നലെ ഒരു കിതാബ് കണ്ടു, എൻ്റെ അണിയൻ പറയുന്നത് കേട്ടിട്ട് ഞാൻ ശ്രദ്ധിച്ചത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആലയുടെ ഉസൂലുസ് സുന്ന, ഇത് കഴിഞ്ഞിട്ട് നമുക്കത് വായിക്കണം ഇൻഷാ അല്ലാഹ്. ഉസൂലുസ് സുന്ന, അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദ, വിശ്വസിക്കൽ നിർബന്ധമായ എന്നാൽ 72 വിഭാഗങ്ങൾ ഏതിൽ നിന്നാണോ അഹ്ലുസുന്നയോട് വിയോജിപ്പ് കാണിച്ച് പുറത്തായത് അക്കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി. നമ്മൾ സാധാരണക്കാർക്ക്, എല്ലാം ആലിമുകൾക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയമല്ല, സാധാരണക്കാർക്ക് നമ്മൾ അഖീദ പഠിക്കാൻ പറ്റിയ ഒരു ചെറിയ കിതാബ്, ചെറിയ പേജ്, 49 50 പേജ് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ എല്ലാം പഠിക്കണം, എഴുതിയെടുക്കണം, അത് മനസ്സിലാക്കി വെക്കണം, അത് ദഅവ ചെയ്യണം, നല്ല ഉപകാരപ്പെടും. മലയാളത്തിലില്ല, ട്രാൻസ്ലേഷൻ ചെയ്യണം, ഭയങ്കര ഉപകാരപ്പെടും. എൻ്റെ അനിയൻ്റെ ഒരു ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് കേട്ടതാ, അപ്പൊ തന്നെ ഞാൻ സെർച്ച് ചെയ്തു. സുബ്ഹാനല്ലാഹ്, പ്രസിദ്ധമായ കിതാബാണ്. സലഫികൾക്കിടയിൽ അത് അറിഞ്ഞിരിക്കണം. സലഫുകളുടെ ലോകത്ത് ഈ ഷെയ്ഖ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിന്റെ ഉസൂലുസ് സുന്ന എന്ന് പറഞ്ഞാൽ അറിയാത്ത ആളില്ല. അത്ര മനോഹരമായ കിതാബ്. കാരണം ഇപ്പോഴും നമ്മുടെ നാട്ടില് പിന്നെ സലഫികളായ, മുജാഹിദ് എന്ന് ഞാൻ പറയുന്നില്ല, സലഫികളായ ആളുകൾക്ക് പോലും ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം കണ്ടും കേട്ടും ഒക്കെ നമ്മൾ പരിചരിച്ച് പോകുന്ന ഒരു സംഗതി അത് തന്നെ മൈൻഡിലുണ്ടാവും. പക്ഷെ അള്ളാഹുവിന്റെ പ്രമാണങ്ങളുടെ മുന്നിൽ ആ വിഷയം നേരെ തിരിച്ചു വരും. അതുകൊണ്ട് അതിനെപ്പറ്റി ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വായിക്കണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അപ്പൊ ഇതാണ് മസ്അല. ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞ ഹദീസിനോട് യോജിച്ച രീതിയിൽ നമുക്ക് അമൽ ചെയ്യാം. മഅ്മൂമാണെങ്കിൽ റബ്ബന വലക്കൽ ഹംദ്, ഒറ്റയ്ക്ക് സ്കരിക്കുകയാണെങ്കിൽ സുബ്ഹാന അല്ലാഹു ലിമൻ ഹമിദ, പിന്നെ റബ്ബന വലക്കൽ ഹംദ് പറയുന്നതിന് ശേഷം. ഇമാമാണെങ്കിൽ രണ്ടും പറയണം. വയുസവ്വി ബൈന ഹാദൽ ഖിയാമി വറുകൂഇ ഫിത്തൂൽ, ദൈർഘ്യം, സമയം നീട്ടുന്നതിന്റെ കാര്യത്തിൽ റുക്കൂഇന്റെയും ഇഅ്തിദാലിന്റെയും സമയം ഒരുപോലെയാക്കാൻ ശ്രദ്ധിക്കണം. റുക്കൂഇൽ എത്ര സമയമാണോ നിൽക്കുന്നത് അത്രയും സമയം തന്നെ ഇഅ്തിദാലിലും നിൽക്കാൻ ശ്രദ്ധിക്കണം. കമാ തഖദ്ദം, മുമ്പ് കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ. എന്നിട്ടോ റുക്കൂഇലായിരുന്നു, കൈ ഉയർത്തിക്കൊണ്ട് എഴുന്നേറ്റു, എന്തു പറഞ്ഞു? സമിഅ അല്ലാഹു ലിമൻ ഹമിദ, എന്നിട്ട് നിന്നു. എന്നിട്ട് എന്തു പറഞ്ഞു? റബ്ബന വലക്കൽ ഹംദു. അങ്ങനെ നിൽക്കുമ്പോൾ കൈ എങ്ങനെ വെക്കണം? കൈ നേരെ താത്തിയിട്ട് വെക്കണമോ, അതല്ല കൈ നിസ്കാരത്തിന്റെ ഖിയാമിൽ വെക്കുന്ന പോലെ വെക്കണമോ? ഇതും ഇഖ്തിലാഫുള്ള വിഷയമാണ്. ഇഖ്തിലാഫ് വരാനുള്ള കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് 2 തരത്തിലും റിപ്പോർട്ട് വന്നിട്ടുണ്ടാവും. അതിൽ ഹദീസിനെ വ്യാഖ്യാനിക്കുന്ന ഉലമാക്കളുടെ ഇജ്തിഹാദ് അനുസരിച്ചായിരിക്കും അവർ മസല പറയാ. ഇപ്പൊ ചില ഉലമാക്കൾക്ക് ഇങ്ങനെയായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക, മറ്റു ചിലർക്ക് ഇങ്ങനെയാ മനസ്സിലാവുക. ഈ ഇഖ്തിലാഫ് ഫിഖ്ഹിന്റെ മസലകളിൽ ജായിസ, അഖീദന്റെ മസലകളിലോ ലാ യജൂസ്. ഉദാഹരണത്തിന് അല്ലാഹു ആകാശത്തിലാണോ എല്ലായിടത്തും ഉണ്ടോ, അതിലെന്തില്ല? ഇഖ്തിലാഫില്ല, ഇഖ്തിലാഫ് ഉണ്ടായിക്കൂടാ. അതായത് ഒരു ഇമാം ഇങ്ങനെയാ പറയുന്നത് മൂപ്പര് ഇജ്തിഹാദില്, മറ്റേ ഇമാം ഇങ്ങനെയാ പറയുന്നത്, അഖീദയിൽ അത് വരൂല. കാരണം വിശ്വസിക്കാൻ നിർബന്ധമായ കാര്യമാണ്. അല്ലാഹു അൽ അർശി ഇസ്തവാ, അത് എന്നും കുന്നുമില്ല, യൗമുൽ ഖിയാമ അങ്ങനെ തന്നെ. പക്ഷെ ഫിഖ്ഹിന്റെ മസലകളിൽ ഇജ്തിഹാദ് ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അത് അല്ലാഹുവിന്റെ ഒരു തർത്തീബാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാല് അങ്ങനെയുള്ള ഇഖ്തിലാഫ് വരികയും പഠനങ്ങൾ തുടരുകയും ഗവേഷണങ്ങൾ തുടരുകയും അഭിപ്രായങ്ങൾ വരികയും ചെയ്താലേ ദീനിന്റെ ചർച്ച നിലനിൽക്കുള്ളൂ. നിങ്ങൾ കിട്ടൂ, എല്ലാവരും പിന്നെ മടിയന്മാരാവും, പിന്നെ പഠിത്തം ഉണ്ടാവില്ല, ഗവേഷണങ്ങൾ ഉണ്ടാവില്ല, അഭിപ്രായങ്ങൾ പറയാനുണ്ടാവില്ല, അങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ ഖിയാമത്ത് നാൾ വരെ ദീനിന്റെ ചർച്ച നിൽക്കൂല. ഇപ്പൊ നമ്മൾ ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാഹു തആല പ്രസിദ്ധനാണ്, പ്രഗത്ഭനാണ്, വിശ്വസ്തനാണ്. എന്നാൽ ഇനി ഒരു പക്ഷേ ചിലപ്പോൾ ചില ഉലമാക്കൾ പഠനത്തിൽ ഈ അഭിപ്രായങ്ങൾക്ക് എതിന് ഹദീസിന്റെ തെളിവ് കൊണ്ടുവന്ന് പറഞ്ഞു തന്നേക്കാം. ഫിഖ് അപ്പൊ നമ്മൾ മാറ്റും.
നമ്മ മനസ്സിലായോ? അത് മാറ്റലാണ് ദീൻ. പക്ഷെ ആൾക്കാർ എന്താ പറയാ, ഇന്നലെ അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇങ്ങനെയായി, ഇന്നലെ അവസ്ഥയിലേക്ക്. അതാണ് ദീൻ. ഇമാം ശാഫിഈ റഹ്മഹുല്ലാഹു തആല എത്ര കൂളായിട്ടാണ് ഇറാഖിൽ വേറെ അഭിപ്രായം, ഇപ്പോഴത്തെത്തിയപ്പോൾ വേറെ അഭിപ്രായം. കാരണം അവിടെ നിന്ന് ഹദീസ് കിട്ടിയില്ല, ഇവിടെ എത്തിയപ്പോൾ തെളിവ് കിട്ടി. അപ്പൊ പറഞ്ഞു എന്റെ പഴയ കോളേജ് ഞാൻ മാറ്റി, അത് ശരിയല്ല, ഇതാണ് ശരി. അതാണ് ദീൻ. അത് മാറ്റാൻ നമുക്ക് സാധിക്കണം. പ്രമാണം കിട്ടിയാൽ, തെളിവനുസരിച്ചൊരു കാര്യം ബോധ്യപ്പെട്ടാൽ, നമ്മളിപ്പോ 100 കൊല്ലമായിട്ടൊരു കാര്യത്തിലുള്ളതെന്ന് വെച്ചോ, പക്ഷെ പ്രമാണം ഇന്നാ വന്നത്, 100 കൊല്ലം നമ്മളങ്ങ് മറന്നേക്കണം. ഇതിനെ ഫോളോ ചെയ്തോ. പ്രമാണത്തിന്റെ മുന്നിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അതുകൊണ്ട് ശൈഖ് അൽബാനി റഹ്മഹുല്ലാഹു തആല നേരെ താഴ്ത്തി ഇടണം എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ്. ഈ ഖിയാമിൽ ഇഅ്തിദാലിൽ ഒരു കൈ മറ്റേ കൈയിന്റെ മുകളിൽ വെച്ച് നിൽക്കണം എന്നുള്ളത് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്നാണ് ശൈഖ് അൽബാനി റഹ്മഹുല്ലാഹിന്റെ അഭിപ്രായം. പക്ഷേ ഖാലൽ ജുംഹൂർ, ഭൂരിപക്ഷം ഉലമാക്കളുടെയും അഭിപ്രായം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഅ്തിദാലിൽ പിന്നെ അതിനു മുമ്പുള്ള അവസ്ഥയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമായിരുന്നു. ഇഅ്തിദാലിന് മുമ്പുള്ള അവസ്ഥ ഏതാ? ഖിയാം. റുക്കൂ അല്ല, റുക്കൂനെ കൂട്ടൂല, റുക്കൂ കുഞ്ഞിട്ടല്ല, ഖിയാമല്ലല്ലോ. റുക്കൂ കഴിഞ്ഞാൽ അതിന് മുമ്പ് ഖിയാമിൽ എങ്ങനെയായിരുന്നോ അങ്ങനെയായിരുന്നു. ഖിയാമിൽ എങ്ങനെയാ നിന്നത്? കൈ വെച്ചിട്ടാണ്. അതുകൊണ്ട് ഇഅ്തിദാലിനും കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കേണ്ടതെന്നാണ് ജംഹൂറിന്റെയും ഭൂരിപക്ഷം ഉലമാക്കളുടെയും അഭിപ്രായം. ഇനി ഒരാൾ താത്തി ഇട്ടുന്ന് വെക്കുക, കുറ്റക്കാരനല്ല, നിസ്കാരത്തെ അത് ബാധിക്കൂല, പക്ഷെ ഒരു പൂർണ്ണതക്കൊരു കുറവ്. അപ്പൊ എന്ത് ചെയ്യാ? കൈ വെച്ചിട്ട് ഇഅ്തിദാലിൽ 2 കൈകളും ഖിയാമിൽ വെക്കുന്ന പോലെ വെച്ച് നിൽക്കുക. ഇനിയിപ്പം അത് ഒരാൾക്ക് പറ്റുന്നില്ലേ, താത്തിയിട്ടോ, പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഭൂരിപക്ഷം ഉലമാക്കളും ഈ ഹദീസ് വെച്ചുകൊണ്ട് പറഞ്ഞത് അങ്ങനെ വെക്കണം എന്നാണ്. അതാണ് ഇഅ്തിദാലിന്റെ രൂപം. അങ്ങനെ ഇഅ്തിദാൽ കഴിഞ്ഞാൽ ثم يقول الله أكبر وجوبا. എങ്ങോട്ട് പോവാണ്? ഇനി സുജൂദിലേക്ക് പോവാണ്. പോകുമ്പോ എന്ത് പറയണം? അല്ലാഹു അക്ബർ പറയണം. വാജിബാണ്. വാജിബ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റൂല, ചെയ്യണം. വയർഫഉ യദൈഹി അഹ്യാനൻ, ചിലപ്പോഴൊക്കെ കൈ ഉയർത്തലും സുന്നത്താണ്, സ്ഥിരമായിട്ടല്ല എന്നർത്ഥം. ഇഅ്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകുമ്പോൾ തക്ബീർ വാജിബാണ്, പക്ഷെ അവിടെ കൈ ഉയർത്തണോ വേണ്ടേ? ഉയർത്താം. ചിലപ്പോഴൊക്കെ അത് ചെയ്യല് സുന്നത്താണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇടക്കിടക്ക് എന്താക്കിയിട്ടുണ്ട്? സുജൂദിലേക്ക് പോകുമ്പോഴും കൈ ഉയർത്തിയിട്ടുണ്ട്. സ്ഥിരമായി ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉയർത്തേണ്ടതില്ല. അഹ്യാനൻ, ചിലപ്പോ. ആണും പെണ്ണും ഒക്കെ ഈ പറഞ്ഞ മസലകളിൽ ഒന്നാണ്. എന്നിട്ടോ ثم يخر إلى السجود على يديه. ثم يخر, പിന്നെ അവൻ കുനിയണം. ഇല സുജൂദി, സുജൂദിലേക്ക്. അലാ യദൈഹി, അവന്റെ 2 കൈയിൽ ഊന്നിക്കൊണ്ട്. യദഅഹുമ, 2 കൈകൾ അവൻ വെക്കണം. ഖബ്ല റുക്ബതൈഹി, അവന്റെ 2 മുട്ടുകൾക്ക് മുമ്പ്. ബിഹാദാ അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൽപ്പിച്ചതും. വഹുവ സാബിതു അൻഹു മിൻ ഫിഅലിഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തി കൊണ്ട് സ്ഥിരപ്പെട്ടതും അങ്ങനെയാണ്. ഇഅ്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുക, ഇടക്കിടക്ക് കയ്യും ഉയർത്തുക, എന്നിട്ട് ആദ്യം എന്ത് ചെയ്യുക? കൈ വെക്കുക, കൈയിലേക്ക് ഊന്നിക്കൊണ്ട് സുജൂദിലേക്ക് പോകണം. പിന്നെ 2 കാലിന്റെ മുട്ടുകൾ വെക്കുക. പക്ഷെ ഇതും ഇഖ്തിലാഫുള്ള മസലയാണ്. അല്ലാമ ഇബ്നു ബാസ് റഹ്മഹുല്ലാഹ്, ശൈഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹയെ പോലുള്ള ഇപ്പോഴും ആധുനികരായി ഉള്ള സലഫി ഉലമാക്കള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത് കൈയല്ല, മുട്ടാണ് വെക്കേണ്ടത്. ഹദീസ് ഏതാ? നിങ്ങൾ ഒട്ടകം മുട്ടുകുത്തുന്ന പോലെ കുത്തരുത്. ഒട്ടകം ആദ്യം മുട്ടാണ് കുത്തല്, പിന്നെയാണ് കൈകുത്തല്. അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ശൈഖ് അൽബാനി റഹ്മഹുല്ലാഹ് പറഞ്ഞു, ആദ്യം കൈകുത്തണം, പിന്നെ മുട്ടുകുത്തണം. അത് വരും, പ്രശ്നം വരും.
ഇത് പോകുന്ന സമയത്ത്. പക്ഷെ ഭൂരിപക്ഷം ഉലമാക്കൾ പറഞ്ഞു അത് ശരിയല്ല. അതാണ് ഭൂരിപക്ഷം ഉലമാക്കൾ പറഞ്ഞു ആദ്യം മുട്ടാണ് കുട്ടേണ്ടത്. മുട്ട് കുത്തിയിട്ട് എങ്ങനെയാ സംഭവം അറിയോ? നമ്മൾ ആദ്യം മുട്ട് കുത്തി, എന്നിട്ട് എന്ത് ചെയ്യണം? പിന്നെ കൈ കുത്തി ചുള്ളിലേക്ക് പോകണം. എന്ത് ചെയ്യരുത്? ഇരുന്നിട്ട് പോകരുത്. ശരിപ്പോത് കാണിച്ച പറ്റും. രണ്ടും മുട്ടും കുത്താം കയ്യും കുത്താം. നീ ആദ്യം ഒന്ന് കഴിച്ചതാണെന്ന് പിന്നെ കൈ കുത്തിയിട്ട് പോകും. പോകില്ല. ഓക്കെ, ആദ്യം നീ മുട്ട് കുത്ത്. എന്നിട്ട് ഈ ഇങ്ങനെ ഇരുന്നൂടാ. മുട്ട് കുത്തിയിട്ട് അങ്ങനെ എന്ത് ചെയ്യണം? ചുഴിലേക്ക് പോകണം. അങ്ങനെ ഇരുന്നാൽ ഒട്ടകത്തിനെ പോലെയായി. മനസ്സിലായോ? അത് പാടില്ല എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത് എന്നാണ് ഉലമാക്കൾ വിശദീകരിച്ചത്. ശൈഖ് അൽബാനി റഹിമഹുല്ലാഹ് അത് ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ആദ്യം കൈകുത്തണം. അല്ല, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിൽ ആദ്യം മുട്ടുകുത്തലാണ്. പക്ഷെ എന്നാൽ രണ്ടും അഭിപ്രായ വ്യത്യാസം, രണ്ടും സഹീഹാണ്. അത് വെച്ച് രണ്ടും സഹീഹായത് കൊണ്ട് തന്നെ ഫിഖ്ഹിന്റെ ഉലമാക്കൾ പറഞ്ഞു താറത്തൻ താറത്തൻ, ഇടക്കിടക്ക് കൈകുത്തിയിട്ട് പോവാ, ഇടക്കിടക്ക് മുട്ടുകുത്തിയിട്ട് പോവാ. രണ്ടും അനുവദനീയം ആണ്. അഫ്ദൽ മുട്ടുകുത്തലാണ്, ഏറ്റവും ശ്രേഷ്ഠ മുട്ടുകുത്തലാണ്. അതാണ് ശരിയായ മസ്അല. നമ്മൾ തിരിഞ്ഞോ? ഇനി ഒരാൾ മുട്ടുകുത്തിയിട്ട് തന്നെ വീടിലാണ്. അതന്നെ. ആ വീടിന് മുട്ടിലേക്കും പോവുക. വീണിട്ട് പിന്നെ ഇരിക്കലില്ല. മുട്ടുകുത്തി നോക്കിയേ. എന്നിട്ട് വീണോ? അപ്പൊ തന്നെ പോണം. ഒട്ടകങ്ങൾ പോവില്ല. ഒട്ടകാണ് ഇരുന്നിട്ട് പിന്നെ ഒന്ന് ചെരിഞ്ഞിട്ടേ പിന്നെ താഴത്ത് പോകും. ഇല്ലേ? ഗൾഫർക്ക് കണ്ടാൽ തിരിയും. അപ്പൊ സംഭവം രണ്ടും ആവാം. ആദ്യം കൈകുത്തിക്കൊണ്ടും പോകാം, അല്ലെങ്കിൽ കാലിന്റെ മുട്ടുകുത്തിക്കൊണ്ടും പോകാം. തടിയും മറക്കേതാ ബെസ്റ്റ്? കൈകുത്തല്. അതുകൊണ്ട് അങ്ങനെ പോവുക. രണ്ടും അനുവദനീയം വീഴലാണ്. അതന്നെ. അതായത് അതൊരു അർപ്പണമാണ്. അതായത് വീണിട്ട് പഞ്ചപുച്ഛ മടക്കി അബ്ദുൽ ഇസ്സത്തിന്റെ മുന്നിൽ അങ്ങ് കുനിയാണ്. അതാ ശരിക്കും പറഞ്ഞ സുജൂദ്. ഖറു സുജ്ജദൻ വബുകിയ. ജസാക്കല്ലാഹു ഖൈർ. വനഹ അൻ ശൈഖ് അൽബാനി പറയാണ് വനഹ അനി തശബ്ബുഹി ബിബുറൂകിൽ ബഈർ. ഒട്ടകത്തിന്റെ മുട്ടുകുത്തലിനോട് സാദൃശ്യമാവുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞിട്ടുണ്ട്. അസാദൃശ്യമാവലിനെ ശൈഖ് അൽബാനി റഹിമഹുല്ലാഹ് ഒട്ടകത്തെ കണ്ടിട്ടില്ലേ എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ചോദിച്ചേ. ഞാൻ ഇപ്പം പറഞ്ഞപ്പോ മുഹറന്ത ഒട്ടകത്തെ കണ്ടിട്ടില്ലേ എന്ന്. ഈ തശബ്ബുഹ് പറഞ്ഞാൽ നമ്മൾ മുട്ടുകുത്തി വീണിട്ട് പിന്നെന്ത് ചെയ്യരുത്? അവിടെ ഇരുന്നിട്ട് സൂര്യനിലേക്ക് പോകരുത്. ആ പോക്ക് അങ്ങനെ പോകണം. ഇരുന്നാൽ ഒട്ടകത്തിനോട് തശബ്ബുഹായി. അത് പറ്റില്ല. وهو انما يخر على ركبتيه اللتين هما في مقدمتيه. ആ ഒട്ടകം അതിന്റെ മുമ്പിലുള്ള രണ്ട് കാലിലേക്കാണ്, മുട്ടിലേക്കാണ് വീഴുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്, തശബ്ബുഹായി പോകും. എന്തായാലും ഇത് രണ്ടും അനുവദനീയമാണ്. കാലും പോവാം, അതേപോലെ മുട്ടുകുത്തിയിട്ടും പോവാം. ഫഇദാ സജദ, അങ്ങനെ സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ വഹുവ റുക്നുൻ, അത് നിസ്കാരത്തിന്റെ റുക്നിൽ പെട്ടതാണ്. സുജൂദ് പോയാൽ നിസ്കാരം പോയി. നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു നീ ഒരു സുജൂദ് ചെയ്തിട്ടില്ല. അത് വിശ്വസ്തനാണെങ്കിൽ മടക്കി നിസ്കരിക്കണം. പിന്നെ സുജൂദ് ചെയ്താൽ മതിയാവില്ല. അല്ലെങ്കിൽ അവസാനത്തെ റക്അത്തിലാ സുജൂദ് പോയത്, അവിടെ ലാസ്റ്റ് ഒരു റക്അത്ത് നിസ്കരിച്ചിട്ട് 2 സെക്കൻഡിലെ സുജൂദ് ചെയ്യാൻ പറ്റൂല. നിസ്കാരം മൊത്തത്തിൽ മടക്കണം. റുക്ൻ പോയാലുള്ള പ്രശ്നമാണ്. സുജൂദിൽ എങ്ങനെ നിൽക്കണം? അവന്റെ 2 മുൻകൈയിന്റെ മേൽ ആണ് അവന്റെ ഫുൾ ബലം വരിക. 2 മുൻകൈയിന്റെ മുകളിൽ അത് പരത്തി വെക്കണം. കൈ ഈ 2 ഇങ്ങനെ കൂട്ടിയിട്ടോ ഇങ്ങനെ വെക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വെച്ചൂടാ. ഇങ്ങനെ പരത്തിയിട്ട് 2 കൈകളും വെക്കണം.
വിരൽ ഇങ്ങനെയില്ല, ഇങ്ങനെയില്ല, സാധാ പോലെ, സാധാ പോലെ. വയദുമ്മു അസാബിഅഹു, ഇങ്ങനെയല്ല, വിരൽ ചേർക്കണം. അതായത് ഇങ്ങനെ ചേർത്തൂടാ, സാധാ സീത. നമ്മളിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടുണ്ടെന്നോ വിടർത്തിയിട്ടുണ്ടെന്നോ അറിയാത്ത തരത്തിലുള്ള ചെറുക്കൽ, അങ്ങനെ വേണം വെക്കാൻ. വയുവജ്ജിഹുഹുമാ ഇലൽ ഖിബ്ല, രണ്ട് പിന്നെ കയ്യും ഖിബ്ലന്റെ നേരെ ആയിരിക്കണം. ഇങ്ങനെ ആയിക്കൂടാ, ഇങ്ങനെ ആയിക്കൂടാ, ഖിബ്ലന്റെ നേരെ ആയിരിക്കണം രണ്ട് മുൻകൈയും വെക്കേണ്ടത്. വയജഅലു കഫൈഹി ഹദ്വ മൻകിബൈ, ചുമലിന്റെ നേരെയാവണം കൈവെക്കുന്ന സ്ഥലം. ഇങ്ങനെ മുമ്പോട്ട് വെച്ചൂടാ, അല്ലെങ്കിൽ കുറച്ച് ബാക്കോട്ട് വെച്ച് ഇങ്ങനെ പാകത്തിന് വെച്ചൂടാ, ചുമലിന്റെ നേരെയാവണം വെക്കേണ്ടത്. വതാറതൻ യജഅലുഹുമാ ഹദ്വ ഉദ്നൈ, ചിലപ്പം ആളുകൾ എന്ത് ചെയ്യാം, ആ ചെവിന്റെ നേരെ വെക്കാം. സുജൂദ് കിടക്കുമ്പോൾ ഒന്നുകിൽ ചുമലിന്റെ നേരെ ഈ അളവിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി മുകളിലോട്ട് ചെവിന്റെ നേരെ, കൈ കിവലൊക്കെ നേരെയാവുന്ന തരത്തിൽ വെക്കുക. നിർബന്ധമായും ഈ കൈ ഭൂമിയിൽ നിന്ന് പൊക്കിക്കൊള്ളണം. നേരത്തെ പറഞ്ഞ പോലെ കൈ ഇങ്ങനെ വെച്ചോളാം, അത് നായ്ക്കളുടെ കടുത്താണ്. നിർബന്ധമായും തണ്ടൻ കൈ ഭൂമിയിൽ നിന്ന് പൊക്കിയിരിക്കണം, അതാണായാലും പെണ്ണായാലും. പട്ടികൾ വിടർത്തി വെക്കുന്ന പോലെ കൈ അങ്ങനെ പരത്തി വെക്കാൻ പാടുള്ളതല്ല. നെറ്റിയും മൂക്കും ഭൂമിയോട് തട്ടിക്കണം, അത് തറയിൽ തട്ടണം. ഈ പറയപ്പെട്ടതെല്ലാം റുക്കിനാണ്, അവയവങ്ങൾ ഇങ്ങനെ തന്നെ വെക്കണം. രണ്ട് മുട്ടും തറയിൽ കുത്തണം. അതേപോലെ രണ്ട് കാലുകളുടെ അറ്റവും വിരലുകളുടെ ഉൾഭാഗവും തറയിൽ കുത്തണം. എന്നിട്ട് അതിലിങ്ങനെ കുത്തി വെക്കണം, ഇങ്ങനെ ഇട്ടൂടാ, കാലിനെ ഇങ്ങനെ ഇട്ടൂടാ, പിന്നെ ഇങ്ങനെ കുത്തി വെക്കണം രണ്ട് കാലുകളും. ഇതെല്ലാം വാജിബാണ്. നേരത്തെ പറഞ്ഞ റുക്കിനാണ്. കാലുകൾ രണ്ടും കുത്തനെ വെക്കണം, അതേപോലെ മുട്ടും തറയിൽ വെക്കണം. രണ്ട് കാലുകളുടെയും പാദങ്ങളുടെ അറ്റം വിരലുകൾ അതും കിബിലയിലേക്ക് നേരെയായിരിക്കണം, അത് കുത്തി നീട്ടി നാട്ടി വെക്കണം. പാദങ്ങളുടെ വിരലുകളുടെ അറ്റം കിബിലയിലേക്ക് വരണം. അപ്പൊ ഇങ്ങനെ വെച്ചേ പറ്റുള്ളൂ. ഇങ്ങനെ വെച്ചാൽ കിബിലയിലേക്കാവൂല, ഇങ്ങനെ വെച്ചാൽ കിബിലയിലേക്കാവൂല, ഇങ്ങനെ വെക്കണം. അപ്പൊ അറ്റം തൈ കിബിലന്റെ നേരെ. അതാ മടമ്പുകളെ ചേർത്ത് വെക്കണം. അപ്പൊ രണ്ട് കാലം ഇങ്ങനെ വളർത്തി വെച്ചൂടാ, രണ്ട്. അപ്പൊ എന്ത് പൂച്ച കയറൂല, ചിലപ്പോൾ പൂച്ച കയറുന്ന വീട്ടിലൊക്കെ കണ്ടില്ല ഫേസ്ബുക്കിൽ, അത് പറ്റില്ല. രണ്ട് കാലിനെയും ചേർത്ത് വെക്കുക, ഇങ്ങനെ വെച്ചൂടാ. അതന്നെ നെറ്റി മൂക്ക്, അത് നെറ്റി മൂക്ക് ഒറ്റന്നായിട്ടേ കൂട്ടും. അതാണ്, നെറ്റി വേറെ മൂക്ക് വേറെ അല്ല, ഇത് രണ്ടും മുഖത്തുപ്പെട്ടതാണല്ലോ, അതുകൊണ്ട് ഒന്ന്. പിന്നെ രണ്ട് കൈവെള്ള വരും മുസ്ലിം, പിന്നെ രണ്ട് മുട്ട്, പിന്നെ രണ്ട് കാൽപാദങ്ങളുടെ വിരലുകളുടെ ഉള്ളു, ഇതെത്രയും തറയിൽ തട്ടണം, നിർബന്ധമാണ്. രണ്ട് മടമ്പുകൾ ചേർത്ത് വെക്കണം. 5 വിരല് ആവില്ല, ചെറുവിരലാവില്ലല്ലോ. തറയിൽ മുട്ടുന്ന വിരലുകൾ നോക്കുമ്പോൾ നാലുകളെ ആവില്ലേ കാലിന്റെ. അവൻ പറ്റൂല. അതായത് ഇപ്പൊ തള്ള വിരൽ മാത്രം കുത്തിവെക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ അതിന്റെ അടുത്തുള്ള വിരലും കൂടി കൂട്ടിയിട്ട് അവൻ പറ്റും. അതും ശരിയല്ല. ശരിക്കും പറഞ്ഞാല് പിന്നെ 4 വിരലും, 5ാമത്തെ ചെറുവിരലിൽ അങ്ങനെ ആവൂല, 4 വിരലും ഇങ്ങനെ വെക്കണം. ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. ചിലപ്പോൾ ഇതുപോലെ വെക്കാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു പ്രയാസമായിരിക്കും, പക്ഷെ ശീലിച്ച് വന്നാൽ ശരിയാവും. എന്നിട്ട് ഇങ്ങനെ ചേർത്ത് വെക്കണം, അതാണ് യഥാർത്ഥത്തിലുള്ള രൂപം. അപ്പൊ നെറ്റിയും മൂക്കും വെക്കണം എന്ന് പറഞ്ഞു. നെറ്റി വെക്കുന്ന സമയം നെറ്റി തറയിൽ തൊടുന്നതിനെ തൊട്ട് തടയുന്ന ഒന്നും നെറ്റിയിൽ ഇല്ലാതിരിക്കലാണ് അഫ്ദൽ. അവർക്ക് നേരെ തറയിൽ തന്നെ. ഇനി അഥവാ ഓൻ ധരിച്ച തലപ്പാവോ തൊപ്പിയോ പെണ്ണുങ്ങളുടെ നിസ്കാര മക്കനെയോ ഇത് നെറ്റിയിലുണ്ടെങ്കിലും നിസ്കാരത്തിന് കോട്ടം സംഭവിക്കൂല.
സംഭവം മനസ്സിലായോ? മസല കുറച്ചും കൂടി ഒന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ, നമ്മുടെ ശരീരത്തിനോട് മുത്തസിലായി കിടക്കുന്ന, ശരീരത്തിനോട് ചേർന്നിരിക്കുന്ന വസ്ത്രം മറയാവാതിരിക്കുക. അപ്പൊ എന്ത് ചെയ്യാ? തൊപ്പിയിലൊന്ന് കയറ്റി വെക്കുക, തലയിക്കെട്ടാണെങ്കിലും ഒന്ന് കയറ്റി വെക്കുക. നമ്മൾ കൈ ചിലപ്പോൾ പെണ്ണുങ്ങൾ നിസ്കാര കുപ്പാത്തിന്റെ കൈയോ മക്കരന്റെ തുണിയോ ഒക്കെ മുമ്പിലേക്ക് വന്നു പോകും. അത് ഇല്ലാതാവാൻ ശ്രദ്ധിക്കുക. എന്നാൽ ശരീരത്തോട് മുൻഫസിലായ, നമ്മുടെ ശരീരവുമായിട്ട് ബന്ധമില്ലാത്ത എന്തെങ്കിലും ഒരു തുണി അപ്പുറത്ത് കിടക്കുന്നുണ്ട്, അതിന്റെ അറ്റം നമ്മളെ മുമ്പിലുണ്ട്, അയിമ ചെയ്തു, അത് പ്രശ്നമില്ല. അത് ശ്രദ്ധിച്ചാൽ മതി, വിശ്വാസം പോകും. നമ്മുടെ തടിയിലുള്ള തുണികൾ മറയാമാതിരിക്കുക. അപ്പുറത്തുള്ളതായാൽ പ്രശ്നവും ഇല്ല. അത് മുൻഫസിലാണ്. ടൗലിട്ട് അതിന്റെ മുകളിൽ ഷൂ ചെയ്യാം. കാരണം സുഖാചങ്ങൾ ചൂട് കാലത്തൊക്കെ സഹാബാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? തുണി വെച്ചിട്ടും മറ്റും അതിന്റെ മുകളിൽ ഷൂ ചെയ്തിട്ടുണ്ട്. കല്ലും മുള്ളുള്ള സ്ഥലത്ത് നിസ്കരിക്കുമ്പോൾ എന്തൊക്കെ വെക്കേണ്ടി വരും, അതൊന്നും പ്രശ്നമല്ല. പ്രശ്നമില്ല. മുടി ശരിക്കും താഴോട്ടങ്ങനെ വീഴണം എന്ന ഹദീസിലുള്ളത്. അതായത് സഹാബി നിസ്കരിക്കുമ്പോൾ ശരിക്കും ഇസ്ലാമിൽ മുസ്ലിമീങ്ങളുടെ മുടിയുടെ രൂപം എന്ന് പറയുന്നത് ഫുൾ നീട്ടലാണ്. വെട്ടലോ മൊട്ടയടിക്കലോ ഒന്നും ഇസ്ലാമിൻ്റെ ചെറ്റിയിൽപ്പെട്ടതല്ല. നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിലെ ഷിയാക്കളുടെ ഒരു രീതിയാണ് മൊട്ടയടിച്ച് കാണുന്നത്. നമ്മൾ പണ്ട് ചെറുപ്പത്തിന് മുടി വെക്കാൻ നമ്മളെ ഉപ്പപ്പാനെ സമ്മതിക്കലില്ല. മുടിയൊക്കെ നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ കണ്ടിട്ടേ ഇല്ല. അത് ചെയ്തായിരിക്കും. അതന്നെ, അതുണ്ടാവും. ഇംഗ്ലീഷ് പഠിക്കണമെന്നെല്ലാം പറഞ്ഞ പോലെ അവർക്കെതിരാവാൻ വേണ്ടി മൊട്ടയാക്കി അതങ്ങ് ശീലിച്ച്, പിന്നെ പള്ളി ദിവസം പിന്നെ അറബി കോളേജിൽ പറയണ്ട, മൊട്ടയോട് മൊട്ട. രാവിലെ ഉസ്താദ് വരുമ്പോൾ ഒന്ന് കൈ ഇങ്ങനെ നോക്കും, കൈ ഇങ്ങനെ ഇട്ട് മുടിനുള്ളിൽ പോകുന്നുണ്ടെങ്കിൽ പോയിട്ട് മുട്ട അടിച്ചിട്ടാന്ന് പറയും. അന്നേരം മുടിയൊന്ന് തലമ കിട്ടാൻ വേണ്ടി നമ്മൾ കണി കാണുന്ന പോലെ കാത്തിരിക്കും. പിന്നെ ആകെ മുടി നമുക്ക് വരുത്തി ലാസ്റ്റ് ഷാബാന്റെ ലീവിനാണ്, റമദാനിലും പിന്നെ ശവ്വാല് 10 തുറക്കുക. ഇപ്പൊ 2 മാസം കൊണ്ട് കുറച്ചൊരു മുടി വരും. പോയ ഉടനെ ഫസ്റ്റ് പരിപാടി പ്രിൻസിപ്പിൾ നോക്കും, എല്ലാവരും പോയിട്ട് മുട്ടടിച്ചിരിക്കണം. എന്തിനാന്നിന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ചില ഉലമാക്കളൊക്കെ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, മുത്തഅല്ലിമീങ്ങൾക്ക് പഠിക്കാൻ തന്നെ സമയമില്ല. മുടി വളരുമ്പോൾ എന്താവും, അതിന്റെ ബാക്കിൽ കുറെ ടൈം പോകും. അതിന് എണ്ണയിടലും വാരലും മിനുക്കലും അത് ഇതാക്കലും അതൊക്കെ ന്യായം പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്. പക്ഷെ അതൊന്നും ഇസ്ലാമിൽ അങ്ങനെയൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറയുടെ സമയത്ത് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, മൊട്ടടിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഫുള്ളങ്ങ് വളത്തിലാക്കാൻ്റെ രീതി. ഇപ്പം അങ്ങനെ മുടി ഫുള്ള് വളർത്തിയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മളെങ്ങനെ നോക്കുക, മുണ്ട ഇതാ ബോംബെയിൽ നിന്ന് ഈ ധാരാവിൽ നിന്നാണെന്നിരിക്കും ചിലപ്പോൾ അങ്ങനെ കണ്ടാല്. അതില്ല, മുടി വളർത്തലാണ്. എന്ത് ചെയ്യാം, നമുക്ക് വലിയ മുടി ഉണ്ടെങ്കിൽ ബാക്കോട്ട് കെട്ടിയിടുകയും ചെയ്യാം. അതതിന്റെ ശീലം. സഹാബാക്കൾ അങ്ങനെ ചെയ്തത്, അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നീയത്ത് പോലെ പിന്നെ വലാമാര് പിന്നിയാ അത് ഇല്ല. പെണ്ണുങ്ങളെ മുടി കുറച്ചും കൂടി താഴെയല്ലേ, പെണ്ണുങ്ങളെ മുടിയാവാൻ പാടില്ല. പക്ഷെ ആണുങ്ങളെ മുടി അത്രയും അങ്ങനെ പോവില്ല, ചുമല് വരെ അതിന്റെ അധികം അത്രയും ഉണ്ടാവുള്ളൂ. കെട്ടിയിടാം. ഒരു സഹാബി അങ്ങനെ കെട്ടിയിട്ടു നിസ്കരിക്കുമ്പോൾ. സുഹാബി പറഞ്ഞു, ആ കെട്ടി നിങ്ങൾക്ക് അഴിച്ചിട്ടൂടെ, നിന്റെ തലയോടൊപ്പം നിന്റെ മുടിയും ശുദ്ധിയിലേക്ക് പോകട്ടെ. അപ്പം മുടി നെറ്റുമായാലും പ്രശ്നമില്ല. അപ്പം അങ്ങനെ വന്ന് സുജൂദിൽ വീണ് കഴിഞ്ഞാൽ സുജൂദിൽ അവൻ അനക്കമടങ്ങണം. അതെങ്ങനെയാ? بأن يعتمد فيه اعتمادا متساويا على جميع أعضاء السجود. സുജൂദിൽ ഏതൊക്കെ അവയവങ്ങൾ വെക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ കൃത്യമായി വെച്ച് അവിടെ കുറച്ച് കിടക്കണം. അപ്പോഴേ സുജൂദാവുള്ളൂ. അതേതൊക്കെയാ? അൽ ജബ്ഹത്തു വൽ അൻഫു മഅൻ, നെറ്റിയും മൂക്കും ഒരുമിച്ച്. പിന്നെ വൽ കഫാൻ, 2 മുൻകൈകൾ. വൽ റുക്ബാൻ, 2 കാലിന്റെ മുട്ടുകൾ. വൽ അത്റാഫുൽ ഖദമൈൻ, 2 കാൽ പാദങ്ങളുടെ അറ്റം, അത് രണ്ടും തറയിൽ. ഇതെല്ലാം തറയിൽ മുട്ടിച്ച് വെച്ചാലേ സുജൂദ് ആവുള്ളൂ. ഇനി ഇതൊന്നും സാധിക്കാത്ത ആളുകളുണ്ടാവും, ആരോഗ്യപരമായിട്ടോ അതല്ലെങ്കിൽ ശീലിക്കാത്തത് കൊണ്ടോ. ശീലിക്കണം, പക്ഷെ ബുദ്ധിമുട്ടാണെങ്കിൽ സാധാരണ വെച്ചാലും പ്രശ്നമില്ല, നിസ്കാരത്തെ ബാധിക്കൂല. പക്ഷെ നിസ്കാരത്തിന്റെ അയവാണ്, ചെയ്യേണ്ട നമ്മൾ ചെയ്യാൻ തന്നെ ശ്രമിക്കണം.
വമൻ ഇഅ്തദല ഫീ സുജൂദിഹി ഹാകദാ, ഇപ്രകാരം വെക്കേണ്ട അവയവങ്ങളൊക്കെ കൃത്യമായും വെച്ചൊരുത്ത സുജൂദ് ചെയ്താൽ ഫഖദ് തുമഅന്ന യഖീനൻ, അവൻ ആ സുജൂദിൽ തുമഅനീനത്ത് നടത്തിയവനാണ്, സമാധാനം അടങ്ങി ചെയ്യേണ്ട പോലെ ചെയ്തവനാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. വൽ ഇത്മിനാനു ഫി സുജൂദി റുക്നുൻ അയ്ദൻ, സുജൂദിനും തുമഅനീനത്ത് ഉണ്ടാവുക എന്നുള്ളത് റുക്നിൽപ്പെട്ടതാണ്. പണ്ട് നിസ്കാരത്തിന്റെ പങ്ക് വിളിച്ചപ്പോ 9ാമത്തെ എന്താ? അത്തുമഅനീനത്ത് വിളിച്ചില്ല, അനക്കമടങ്ങൽ. അത് ഇതെല്ലാം കൂടിയാവുമ്പോൾ അനക്കമടങ്ങലാവും. വയഖൂലു ഫീഹി, സുജൂദിൽ അവൻ പറയണം സുബ്ഹാന റബ്ബിയൽ അഅ്ല, അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദി, അതും അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി, അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമൻതു وعليك أسلمت سجد وجهي للذي خلقه وصوره وشق سمعه وبصره بحوله وقوته فتبارك الله أحسن الخالقين اللهم اغفر لي ذنبي كله دقه وجله وأوله وآخره وعلانيته وسره. ഇതൊക്കെ ഹദീസിൽ സാബിത്തായ ദുആകളാണ്. സുജൂദിൽ സ്ഥിരമായി പറയാറുള്ളതാണ്. അതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ പഠിക്കണം. ഓരോന്നും ഓരോ സുജൂദിൽ പറയാൻ ശ്രദ്ധിക്കണം. ഒന്നുമില്ലെങ്കിലും സുബ്ഹാന റബ്ബിയൽ അഅ്ല എന്നെങ്കിലും പറയണം. 3 മർറാത്ത്, 3 പ്രാവശ്യം, ഔ അക്സർ, അല്ലെങ്കിൽ അതിൽ അധികം. ഒരു പ്രാവശ്യം വാജിബാണ്, 3 സുന്നത്ത്, അതിലധികവും ജായിസ്. വൈസ്തഹബ്ബു, സുജൂദിൽ മുസ്തഹബ്ബാണ്. ഒറ്റയാക്കൾ കൊണ്ടാണ് 3 ആയത്. അധികരിപ്പിച്ചാലും ഒറ്റയിൽ നിർത്തണം. 5, 7, 9, 11 അങ്ങനെ പോകണം. വയസ്തഹബ്ബു അയ്യുക്സിറ ദുആഅ ഫീ, സുജൂദിൽ ദുആ വർദ്ധിപ്പിക്കൽ മുസ്തഹബ്ബാണ്. നേരത്തെ പറഞ്ഞു, റുകൂഇൽ അല്ലാഹുവിനെ തഅദീം ചെയ്യണം, സുജൂദിൽ ദുആ വർദ്ധിപ്പിക്കണം. ഫഇന്നഹു മദന്നത്തുൽ ഇജാബ, കാരണം ദുആഇന് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലമാണ് സുജൂദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരടിമ ഉടമയുമായി ഏറ്റവും അധികം അടുക്കുന്ന സമയമാണ് സുജൂദ്. ഫഅക്സിറൂ ഫീഹി അദ്ദുആ, അവിടെ നിങ്ങൾ ആ സുജൂദിൽ ദുആ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ദുആ അറബിയിൽ തന്നെയാവണം എന്ന് നിർബന്ധവും ഇല്ല. ഇഖ്തിലാഫുണ്ട്. എന്നാൽ നമുക്ക് സ്വീകാര്യമായ അഭിപ്രായം, അറബി ഭാഷ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അറബിയിലാക്കൽ വാജിബാണ്, അതിന് സംശയമൊന്നുമില്ല. അല്ല അജമികൾ, നമ്മളെ പോലത്തെ ആൾക്കാർ, അറബി അറിയാത്തവർ, അവർക്ക് ദുആ ചെയ്യണ്ടേ? ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. ദുആ ചെയ്യണമെന്ന് റസൂലുള്ളാഹി പറയുകയും ചെയ്തു. അറബി അറിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ദുആ ഒഴിവാക്കാൻ പറ്റുമോ? ദുആ ചെയ്യാം. അത് അറബി അല്ലാത്ത ഭാഷയിലാണെങ്കിലും അനുവദനീയമാണ്. സുന്നത്ത് നിസ്കാരായാലും ഫർദ് നിസ്കാരായാലും. മൂന്നാമത്തെ അഭിപ്രായം, ദുആ എന്ന് പറയുന്ന 2 തരത്തിലുണ്ട്. ദുആ മഅ്സൂറ, ഒന്ന് ഹദീസിലും ഖുർആനിലും വന്നിരിക്കുന്ന ദുആ, അത് അറബി തന്നെ പറയാ, അതിന്റെ അർത്ഥം പറയണമെന്നില്ല. കാരണം അത് നമ്മൾ പഠിച്ചിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി. അല്ലാഹു റസൂലും പഠിപ്പിച്ച ദുആ. അത് ചെയ്തതിനു ശേഷം നമുക്ക് നമ്മളെ ശഖ്സിയായ കാര്യങ്ങൾ ഉണ്ടാവും, വ്യക്തിപരമായിട്ട് അല്ലാഹുവിനെ ചോദിക്കാറുണ്ടെന്നുണ്ടാവും. അതിന്റെ അറബി ആക്കണം എന്നില്ല, അതെന്ത് ചെയ്യാം, മലയാളത്തിൽ തന്നെ പറയാം. ഇനി ഒരാൾക്ക് അങ്ങനെ മലയാളം എന്ന ഭാഷ നിസ്കാരത്തിൽ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ട് വന്നാൽ, ബുദ്ധിമുട്ട് വരേണ്ട കാര്യമൊന്നുമില്ല, അത് വിശ്വാസമാണ്, വന്നാൽ ഒരെന്ത് ചെയ്താൽ മതി, മനസ്സുകൊണ്ട് ദുആ ചെയ്തോ. മനസ്സിൽ വിചാരിക്കുന്നതും അള്ളാഹു അറിയും. അള്ളാഹുവല്ലേ ചോദിക്കുന്നത്. ദുനിയാവിന്റെ കാര്യമാവട്ടെ ആഖിറത്തിന്റെ കാര്യമാവട്ടെ, രണ്ടും ദുആ ചെയ്യാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ വർദ്ധിപ്പിക്കാൻ പ്രത്യേകം പറഞ്ഞ സ്ഥലമാണ് സുജൂദ്. ഇമാമായി നിൽക്കുന്ന ഒരാൾക്ക് ഇത് പറ്റില്ല. കാരണം അയാൾക്ക് എന്ത് ചെയ്യും, മഅ്മൂമിങ്ങളെ പരിഗണിക്കണം. ഇമാമു അയാളെ ഭാര്യ ചിലപ്പം പ്രസവിക്കാൻ കേട്ടിട്ടുണ്ടാവും. നിസ്കാരത്തിൽ സുജൂദിൽ ഇങ്ങനെ എന്നോടൊക്കെ കൊടുക്കണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ ബാക്കിൽ മാമൂമും പിടി പോകാൻ വേണ്ടി കാത്തു വെക്കുന്നുണ്ടാവും. ഓപ്പിലായിട്ട് ഇടിച്ചു പോകും. അത് പറ്റൂല. ഖിയാമുൽ ലൈലില് തഹജ്ജുദിലൊക്കെ സുജൂദ് കഴിയുന്നത്ര നീട്ടല് സുന്നത്താണ്. ദുആ വർദ്ധിപ്പിക്കാൻ, നീട്ടലല്ല ദുആ വർദ്ധിപ്പിക്കാൻ. ويجعل سجوده قريبا من ركوعه في الطول كما تقدم. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുജൂദ് റുകൂഉം
നീളത്തിന്റെ ദൈർഘ്യത്തിന്റെ കാര്യത്തിൽ ഒരുപോലെയാവാൻ ശ്രദ്ധിക്കണം. ويجوز السجود على الأرض وعلى حائل بينها وبين الجبل. തറയിൽ സുജൂദ് ചെയ്യാം. ഇനി നെറ്റിയുടെയും തറയുടെയും ഇടയിൽ എന്തെങ്കിലും മറയുണ്ടെങ്കിൽ അതിന്റെ മുകളിലും ചെയ്യാം. മിൻ തൗബിൻ, എന്തെങ്കിലും തുണിയോ, ഔ ബിസാത്തിൻ, എന്തെങ്കിലും വിരിപ്പ്, ഔ പിന്നെ ഇത് കാർപ്പറ്റ്, ഔ ഹസീരിൻ, അല്ലെങ്കിൽ കല്ല്, ഔ നഹ്വി, അങ്ങനെ എന്തെങ്കിലും തറയിൽ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ചെയ്താലും എന്തല്ല, പ്രശ്നമൊന്നുമില്ല, ചെയ്യാം. അത് നമുക്ക് പറ്റില്ല. അത് അവര് ഹുസൈൻ റളിയല്ലാഹുവിന്റെ രക്തം തറയിൽ വീണത് കൊണ്ട് ആ തറയിൽ സുജൂദ് ചെയ്യൂല. അതിന് പകരം ഒരു സ്ഥാനം വെച്ചിട്ട് അതിന്റെ മുകളിൽ സുജൂദ് ചെയ്യും. ഇല്ലെങ്കിൽ ഓൻ എന്തിനാ നിസ്കരിക്കുന്നു? നല്ല ചോദ്യം. ഉണ്ടാവും. നിസ്കരിച്ചിരുന്ന കാര്യം മടക്കേരിയിലെ കാദ്യാനി പള്ളി ഇത് മാങ്ങ കൊടുക്കുന്ന പോലെ എന്തിനോ മാങ്ങ കൊടുക്കും. പ്രശ്നമില്ല, അങ്ങനെ ആക്കിയാൽ നല്ലതെന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? സുജൂദിൽ ദുആ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാള് സുജൂദിൽ തസ്ബീഹ് വർദ്ധിപ്പിച്ചിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്യണം. റുകൂഇൽ തസ്ബീഹ് വർദ്ധിപ്പിച്ചിട്ട് നീട്ടണം. എന്നിട്ട് ആ കണക്കിൽ സുജൂദിൽ ദുആ വർദ്ധിപ്പിച്ചിട്ട് കണക്കാക്കണം. എണ്ണം കൂട്ടിയാൽ മതി. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഇതെല്ലാം പറ്റുക. ഇമാം നിൽക്കുമ്പോൾ ഒന്നുമില്ല. ഇമാമിന്റെ പരിപാടി എന്നാൽ പെട്ടെന്ന് നിസ്കരിച്ചിട്ട് അങ്ങ് വിട്ടുള്ള ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന പരിപാടിയില്ല. അത് സുബ്ഹ് കുറച്ച് നീളം കൂടണം സുന്നത്തനുസരിച്ച്. ളുഹറും അതിന് ശേഷം ളുഹർ കൂടണം, പിന്നെ അസ്ർ കൂട്ടണം, പിന്നെ മഗ്രിബ് കൂട്ടണം. ഏറ്റവും ചെറുത് നിസ്കാരം ഏതാ? ഇശാ ആണ്. നിസ്കാരമായിരിക്കും, ഫർളാവട്ടെ സുന്നത്താവട്ടെ. സുന്നത്തിന് കുറേ കാര്യം ഒഴിവാക്കുകയും ചെയ്യും. ഫർദ് ചെയ്യുന്നു സുന്നത്ത് ചെയ്യും, ഒന്നും പറ്റില്ല. പേര് മാത്രമേ മാറിയിട്ടുള്ളൂ, അമല് അസ്ൽ രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി വലാ യജൂസു അൻ യഖറഅൽ ഖുർആന വഹുവ സാജിദുൻ. സുജൂദ് ചെയ്തുകൊണ്ട് ഖുർആൻ ഓത് അനുവദനീയമല്ല. സുജൂദ് കിടന്നിട്ട് എന്ത് ചെയ്തുള്ള അറിയുന്ന സൂറത്തിന്റെ ഓതിക്കളയാം. എന്നാൽ ഖുർആനിൽ വന്ന ദുആകൾ പറയാം. ദുആ വർദ്ധിപ്പിക്കാനാണ് സുജൂദിൽ മെയിനായിട്ട് ചെയ്യേണ്ടത്. അങ്ങനെ സുജൂദ് കഴിഞ്ഞാൽ പിന്നെ ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് വരണം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു ഹദീസ് അനുസരിച്ച് തെറ്റുകൾ വരാതെ അമലുകൾ പൂർണ്ണമായി ചെയ്യാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.